അടുത്ത 48 മണിക്കൂറിൽ എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സി ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം അടുത്ത 48 മണിക്കൂറിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇന്ത്യ നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു മാസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഇപ്പോൾ ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 48 മണിക്കൂറിനുള്ളിൽ എന്നാണ് സി ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാസീവ് ഓപ്പറേഷൻ കുഡ് ബി ലോഞ്ച്ഡ് വിത്തിൻ 48 hours എന്നാണ് ഇപ്പോൾ സി ന്യൂസ് കൃത്യമായിട്ട് പറയുന്നത്. ഇന്ത്യ ശക്തമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യയുടെ സേനകളോടെല്ലാം സമ്പൂർണ്ണമായി സജ്ജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സേനകളെല്ലാം ഇപ്പോൾ സജ്ജമാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എന്തും സംഭവിക്കാം. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. യുഎസും ഇസ്രായേലും ഇന്ത്യയെ ബാക്ക് ചെയ്യാനായിട്ട്, അതായത് ഇന്ത്യയെ പിന്തുണയ്ക്കാനായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പുറത്തുവിട്ടതാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ലണ്ടനിൽ ഒരു സംയുക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിഷേധ പ്രകടനം നടന്നത്. അവർ ഇസ്ലാമിക് ടെററിന്, അതായത് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി ഹിന്ദുക്കളും ജൂതന്മാരും ചേർന്നുകൊണ്ട് പാകിസ്ഥാനി എംബസി, ലണ്ടനിലെ പാകിസ്ഥാനി എംബസിക്ക് പുറത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണോ നടക്കാൻ പോകുന്നത് ഭീകരവാദത്തിനെതിരെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ നിന്ന് ലഷ്കർ ഇ ത്വയ്ബ ഭീകരരെ ഒഴിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. പാക് അതിർത്തികളെല്ലാം വിജനമായി കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ പാകിസ്ഥാൻ എംബസിക്ക് പുറത്ത് ജൂതന്മാരും ഹിന്ദുക്കളും സംയുക്തമായി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയെ ബാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ഒരു സംയുക്തമായിട്ടുള്ള വലിയ തിരിച്ചടി, വമ്പൻ തിരിച്ചടി, ഒരുപക്ഷെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് സംഭവം നീങ്ങുമോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത 48 മണിക്കൂർ നമുക്ക് നിർണായകമാണ്. ഈ 48 മണിക്കൂറിൽ എന്തും സംഭവിക്കാമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ജമ്മു കാശ്മീരിലെ ആശുപത്രികൾക്കും സംസ്ഥാനത്തെ സകല ആശുപത്രികൾക്കും ആദ്യം ജമ്മു കാശ്മീരിലെ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി, നിങ്ങൾ എല്ലാവരും ഒരു ആബ്സെൻസ് പോലും ഇല്ലാതെ ആശുപത്രികളിൽ സന്നിഹിതരായിരിക്കണം. ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകണം. ഏത് അടിയന്തര സാഹചര്യവും ഉടനെ ഉണ്ടാകാം. മറ്റ് സംസ്ഥാനങ്ങളിലെ സകല ആശുപത്രികൾക്കും ഈ നിർദ്ദേശം ഉടൻ കേന്ദ്ര സർക്കാർ നൽകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത 48 മണിക്കൂറിൽ എന്തും സംഭവിക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.